അർമാൻ റാഷിയെ ഒന്ന് നോക്കി അല്ലുവിന് നേരെ തിരിഞ്ഞു കാര്യം തിരക്കി. അല്ലു തനിക്ക് ഇയാളെ അറിയില്ലെന്ന് പറഞ്ഞതും അർമാൻ റാഷിയുടെ നേരെ തിരിഞ്ഞു. ഇവൾക്ക് നിന്നെ അറിയില്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്താ നിന്റെ പ്രശ്നം? സോറി, എനിക്ക് ആള് മാറിയതാ, ഞാൻ ഉദ്ദേശിച്ച ആളല്ല ഇത്. അതും പറഞ്ഞ് റാഷി അവിടെ നിന്ന് മുന്നോട്ട് നടന്നു. അന്നേരം അർമാൻ അല്ലുവിനോട് വണ്ടിയിൽ പോയിരിക്കാൻ പറഞ്ഞു റാഷി പോകുന്ന വഴിയെ ഒന്ന് നോക്കി. റാഷി തൻ്റെ ഓട്ടോയിൽ കയറുന്നതിന് മുൻപായി ഒന്നുകൂടെ അല്ലുവിലേക്ക് നോട്ടം പായിച്ചു. അർമാൻ അത് ശ്രദ്ധിച്ചിരുന്നു. എവിടെയോ കണ്ടു മറന്ന മുഖം. അർമാൻ ചിന്തിച്ചുകൊണ്ട് ധൃതിയിൽ ആഷിയുടെ വണ്ടിക്കരികിലേക്ക് നടന്നു. എടോ, എന്താ തൻ്റെ പേര്? അർമാൻ ചോദിച്ചു. റാഷിദ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അർമാൻ ഒരു ചെറുപുഞ്ചിരി സമ്മാനിച്ചു. റാഷി തൻ്റെ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോയി. എന്നാലും ആരായിരിക്കും അവൻ? അല്ലുവിനെ അറിയുന്ന ആരോ ആണ്. അങ്ങനെ വെറുമൊരു പരിചയക്കാരനല്ല. അവൻ്റെ കണ്ണിൽ ഞാൻ ചിലത് കണ്ടിരുന്നു. ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അർമാൻ വണ്ടിയുടെ അരികിലേക്ക് നടന്നു. വീട്ടിലേക്കുള്ള യാത്രയിൽ അർമാൻ റാഷിയുടെ മുഖം ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇതേസമയം സുൽത്താൻ വീട്ടിൽ പുറത്തുപോയ അർമാൻ്റെ വാപ്പ അഹമ്മദ് മാലിക് തിരികെ വീട്ടിലേക്ക് വന്നത് തികച്ചും ഗൗരവത്തിലായിരുന്നു. അർമാൻ്റെ ഉമ്മ സൈറ ബാനു അയാൾക്കുള്ള കോഫിയുമായി മുറിയിലേക്ക് നടന്നു. അയാൾക്ക് നേരെ കോഫി കപ്പ് നീട്ടിയതും അവരോട് ഒരക്ഷരം പോലും മിണ്ടാതെ അഹമ്മദ് കോഫിയുമായി ബാൽക്കണിയിലേക്ക് നടന്നു. പിന്നാലെ സൈറയും ചെന്നു. എന്തു പറ്റി? മുഖത്തൊരു വല്ലായ്മ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സൈറ ചോദിച്ചു. ഇനി എന്ത് കുഴപ്പം? എല്ലാ കുഴപ്പവും ഉണ്ടാക്കിയിട്ട് ഒരുത്തൻ നാട് വിട്ടതല്ലേ. അവരിപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. ആരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? സൈറ നെറ്റ് ചുഴിച്ചുകൊണ്ട് ചോദിച്ചു. മറ്റാരുടെയാ? നിന്റെ മോൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതെ, പുന്നാര മോൻ ഒറ്റക്കല്ല വന്നത്, കൂട്ടിനൊരുത്തിയുണ്ട്, കൂടെ ഒരു കൊച്ചും. ആരുടെ കൊച്ചാണോ എന്തോ, കണ്ടവളുമാരെയൊക്കെ കൂടെ പൊറപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാവർക്കും കൂടി വീണ്ടും തലയിൽ മുണ്ടിട്ട് നടക്കാം. ആറ്റുനോട്ട് വളർത്തിയതാ. അവസാനം മരിക്കാൻ നേരം ഒരിറ്റ് വെള്ളം തരാൻ അവനുണ്ടാവോ? അഹമ്മദിൻ്റെ വാക്കുകളിൽ നീരസം കലർന്നിരുന്നു. അല്ലാ, അങ്ങനെയൊന്നും പറയല്ലേ, നമ്മുടെ മോനല്ലേ. സൈറ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. നമ്മുടെ മോൻ? അങ്ങനെ ഒരു മോനില്ലെന്ന് കരുതിയിട്ട് വർഷം 6 കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു മകൻ എനിക്ക് വേണ്ടെങ്കിലോ? എല്ലാവരെയും വേദനിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയതല്ലേ, അനുഭവിക്കട്ടെ. അയാൾ അത്രയും പറഞ്ഞു നിർത്തി. ഇനിയും ഇങ്ങനെ ശപിക്കല്ലേ, ഒരുപാട് അനുഭവിച്ചു പാവം. സൈറയുടെ ശബ്ദത്തിൽ വേദന കലർന്നിരുന്നു. ഞാൻ ശപിക്കില്ല, പക്ഷേ പടച്ചോനെന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട്. അത് പറഞ്ഞുകൊണ്ട് അയാൾ ചായക്കുടി തുടർന്നതും കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ സൈറ അവിടെ നിന്ന് മടങ്ങി. അല്ലുവിനെ വീട്ടിൽ വിട്ടിട്ട് അർമാൻ ആഷിയുമായി നേരെ ചെന്നത് ഡോക്ടർ അഹല്യയെ ഒളിപ്പിച്ച് പാർപ്പിച്ചിട്ടുള്ള ആ ഗസ്റ്റ് ഹൗസിലേക്കാണ്. അർമാനെ കണ്ടതും അവരൊന്ന് ഞെട്ടിയെങ്കിലും അവരത് പുറത്ത് പ്രകടമാക്കിയില്ല. മാഡത്തിന് എന്നെ അറിയോ? അർമാൻ സൗഹൃദ രൂപേണ ചോദിച്ചു. പിന്നല്ലാതെ, താങ്കൾ അറിയാത്ത മലയാളികളുണ്ടോ? ഡോക്ടർ പതറാതെ പറഞ്ഞു. എന്നെ ഇപ്പോൾ മലയാളികളെങ്ങനെ ഓർക്കാറില്ല മാഡം. അതൊക്കെ പോട്ടെ, മാഡത്തിന് ഇവളറിയോ? എൻ്റെ ഭാര്യ. അധികം ആർക്കും അറിയാത്ത കുഞ്ഞു രഹസ്യമാണിത്. ഇവളിപ്പോൾ മിസ്സിംഗ് ആണ്. മാഡം ഇവളെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അർമാൻ അല്ലുവിൻ്റെ ഫോട്ടോ കാട്ടിക്കൊണ്ട് ചോദിച്ചു. അന്നേരം അവരുടെ മുഖം വിളറി വെളുത്തു. അവർ തൻ്റെ സാരിത്തുമ്പ് വെച്ച് മുഖം അമർത്തി തുടച്ചു. ഞാനെവിടെ കാണാനാ? ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ശരി, അല്ല, ഡോക്ടർ നല്ലോണം വിയർക്കുന്നുണ്ടല്ലോ, അർമാൻ പരിഹാസ രൂപേണ പറഞ്ഞു. അതെ, ഇനി ഞാനൊരു സത്യം പറയട്ടെ. എൻ്റെ ഭാര്യ ഇപ്പോൾ എൻ്റെ അരികിൽ തന്നെയുണ്ട്. ഞാൻ കാര്യങ്ങളങ്ങ് ചുരുക്കി പറയാം. എൻ്റെ ഭാര്യയുടെ ഡെലിവറി ബാംഗ്ലൂരിലെ മിഷൻ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. ഡോക്ടർ സാധിക രൂപേഷ് ആയിരുന്നു ഞങ്ങളന്ന് കൺസൾട്ട് ചെയ്തിരുന്നത്. അല്ല, മാഡത്തിൻ്റെ സിസ്റ്ററുടെ പേരും സാധിക എന്നാണല്ലേ? ഇനിയിപ്പോൾ ആ സാധിക തന്നെയാണോ ഈ സാധിക? അർമാൻ എന്തോ മനസ്സിൽ വെച്ചാണ് ആ പറഞ്ഞത്. നമ്മൾ വിഷയത്തിൽ നിന്നും തന്നെ മാറിയിരിക്കുന്നു അല്ലേ ഡോക്ടർ? അതായത് എൻ്റെ വൈഫിന് പ്രഗ്നൻസി പീരീഡിലെ അവളുടെ ബുദ്ധിക്ക് നേരിയ തകരാറുണ്ടായിരുന്നു, കൂടെ മെമ്മറി ലോസും. ഡെലിവറി കഴിഞ്ഞ ഉടനെ അവളുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടി. പക്ഷെ പിറ്റേന്ന് രാവിലെ അവളെ കാണാതാവുകയായിരുന്നു.
അങ്ങനെ 6 മാസത്തിന് ശേഷം ദൈവം വീണ്ടും അവളെ എൻ്റെ അരികിലെത്തിച്ചു. അവളിപ്പോൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. എന്നാലും അവൾക്കിപ്പോൾ ഒന്നും ഓർമ്മയില്ല, എന്നെ പോലും. പക്ഷേ അവൾക്ക് ഡോക്ടർ നല്ല ഓർമ്മയുണ്ട്. അവൾ പറയുക, ഡോക്ടറും പിന്നെ ആരൊക്കെയോ ചേർന്നവളെ രഹസ്യമായി പിടിച്ചു വെച്ചിരിക്കുമായിരുന്നോ. അവൾക്ക് ഓർമ്മകൾ നഷ്ടപ്പെടാൻ വേണ്ടി എന്തൊക്കെയോ ടാബ്ലറ്റ് നൽകിയെന്നോ, ഇല്ലാത്ത സരഗസിയുടെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നോ, അങ്ങനെ പലതും പറയുന്നുണ്ട്. അതിന് പിന്നിലെ സത്യങ്ങൾ ഡോക്ടർക്ക് അറിയുമായിരിക്കും അല്ലേ ഡോക്ടറെ? അതൊന്ന് പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പോവായിരുന്നു. ഞങ്ങൾ ഡോക്ടറെ വെറുതെ വിട്ടയക്കുകയും ചെയ്യാം, അർമാൻ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു. എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞതല്ലേ. ഇനിയും എന്നെ ഇങ്ങനെ ഹരാസ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിലേ ഐ വിൽ ഫയൽ എ കേസ് അഗെയിൻസ്റ്റ് യു ഇൻ കോർട്ട്. അവർ അർമാനെ നേരെ വിരൽ ഞൊടിച്ചുകൊണ്ട് അത് പറഞ്ഞതും മുന്നിൽ കാണുന്ന ടേബിളിലേക്ക് അർമാൻ ആഞ്ഞടിച്ചു. ആ നിമിഷം അവിടെ മുഴുവൻ നടുങ്ങിയിരുന്നു. വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന അർമാനെ കണ്ടതും ഇത്തവണ ഡോക്ടർ ശരിക്കും പേടിച്ചു. പിന്നെ അങ്ങോട്ട് അവർ തത്ത പറയുന്നത് പോലെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് പറയുകയായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും അർമാന് ഡോക്ടറെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു, കൂടെ ആശിക്കും. ഈ സിനിമ കഴിയും വരെ ഇവരെ പുറം ലോകം കാണരുത് എന്നും കൂടെയുള്ളവരോട് പറഞ്ഞ് ഇരുവരും അവിടെ നിന്ന് മടങ്ങി. എങ്ങോട്ടോ മിഴികൾ നട്ടുകൊണ്ട് ബാൽക്കണിയിലെ റൈലിങ്ങിനോട് ചേർന്ന് നിൽക്കുവാണ് അർമാൻ. ഡോക്ടർ അഹല്യ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കവേ അതവൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നുണ്ട്. അല്ലുവിനെ വേദനിപ്പിച്ച ഒരുത്തനെയും വെറുതെ വിടില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് അർമാൻ. അതിന് വേണ്ടതൊക്കെയും അവൻ ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്ത ഓരോരുത്തരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനു മുൻപ് ഈ സിനിമ റിലീസ് ചെയ്യണം എന്നത് അവൻ്റെ വാശിയായിരുന്നു. അതിനിടയിലാണ് റാഷിയുടെ മുഖം ഓർമ്മ വരുന്നത്. എവിടെയോ റാഷിയെ കണ്ടിട്ടുണ്ടെന്ന തോന്നലിൽ അവൻ ആ മുഖം ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അതിനിടയിലാണ് ഹോട്ടൽ ഹിൽട്ടണിൽ നടന്ന കാര്യങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. പിറ്റേന്ന് രാവിലെ പത്രക്കാരുടെ കണ്ണ് വെട്ടിച്ച് താൻ അല്ലുവുമായി ഗ്രൗണ്ട് ഫ്ലോറിലൂടെ നടക്കുമ്പോൾ നിറയാൻ വെമ്പുന്ന മിഴികളോടെ തങ്ങളെ ഉറ്റുനോക്കുന്ന ആൾരൂപം അതിന് റാഷിയുടെ മുഖമാണെന്ന് അർമാൻ തിരിച്ചറിഞ്ഞു. ശരിക്കും ഈ റാഷി അല്ലുൻ്റെ ആരായിരിക്കും? അപ്പൊ താൻ അവൻ്റെ കണ്ണുകളിൽ നേരത്തെ കണ്ടത് നഷ്ടപ്രണയമായിരുന്നു. പക്ഷേ ഓർമ്മകൾ നഷ്ടമാവും വരെ അല്ലുവിൻ്റെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ ഒരിക്കൽ പോലും റാഷിയുടെ പേര് വന്നിരുന്നില്ല. പക്ഷെ അല്ലു ഒരിക്കൽ ആഷിയോട് പറഞ്ഞിരുന്നുവല്ലോ, അന്ന് ഹോട്ടലിലേക്ക് ഷാക്കിർ സാറിനെ കാണാൻ വന്നത് റാഷിയുടെ കൂടെയാണെന്ന്. ഒരു പക്ഷേ ഈ റാഷിക്ക് അറിയുമായിരിക്കും അന്ന് അല്ലു എന്തിനാണ് ഷാക്കിറയ്ക്ക് കാണാൻ വന്നതെന്ന്. അർമാന്റെ ചിന്തകൾ പല വഴിക്ക് സഞ്ചരിച്ചു. അന്നേരം അല്ലു പിറകിലൂടെ വന്ന് അവനെ ഇറുകെ പുണർന്നതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ തിരിഞ്ഞു നോക്കിയില്ല. കുറച്ചുനേരം ഇരുവരും അതുപോലെ അങ്ങനെ നിന്നു. ശേഷം അവൻ അവളെ തനിക്കഭിമുഖമായി നിർത്തി. തുമ്പിപ്പെണ്ണ് നല്ല റൊമാൻറ്റിക് മൂഡിലാണല്ലോ, എന്താ കാര്യം? അവളുടെ മൂക്കിൽ മൂക്കുരസിക്കൊണ്ട് അവൻ ചോദിച്ചു. പോ അവിടെന്ന്. അങ്ങനെയൊന്നുമില്ല, വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക, ഏതു നേരവും ഒരാലോചന. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹേ, എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പിന്നെ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാലേ, നേരത്തെ നിന്നോടൊരുത്ത് വന്ന് സംസാരിച്ചില്ലേ, അവൻ്റെ കാര്യമാണ്. അവനെ നീ ഇതിനു മുൻപ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്താ അങ്ങനെ ചോദിച്ചേ? മറ്റൊന്നുമില്ല. എനിക്ക് ചെറിയൊരു സംശയം, അന്ന് നിന്റെ കൂടെ ഹോട്ടലിലേക്ക് വന്നതേ ഈ റാഷിയാണോന്ന്. അന്നൊരിക്കൽ നീ ആഷിയോട് പറഞ്ഞിരുന്നു, അന്ന് രാത്രി നീ ഹോട്ടലിലേക്ക് വന്നത് ഡയറക്ടർ ഷാക്കിർ അലിയെ കാണാനാണെന്ന്. റാഷി എന്ന ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ് നീ അവിടേക്ക് വന്നതെന്നും നീ ആഷിയോട് പറഞ്ഞതായി അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അർമാൻ പറഞ്ഞത് കേട്ടതും ആണോ എന്ന പോലെ അവൾ അവനെ നോക്കി. എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ, ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ഒന്നും ചെയ്യണ്ട എൻ്റെ പൊന്നെ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നീ അതൊക്കെ വിട്ടേക്ക്. നീ ഇങ്ങ് വന്നേ. എനിക്കിപ്പോൾ ഒരു ഉമ്മ കിട്ടണം. വെറും ഉമ്മയല്ല, ഒരു അടാർ ലിപ് കിസ്. അതും ദേ ഇവിടെ നിന്ന്. അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അർമാൻ പറഞ്ഞു. ഇവിടെ നിന്നോ? അയ്യേ. ഇവിടെ നിന്ന്. എന്താ കുഴപ്പമുണ്ടോ? അതെ, നിലാവുള്ള രാത്രിയിലെ ഫ്രഞ്ച് അടിക്കാൻ ഒരു പ്രത്യേക ഫീലാടി. അവളുടെ നെറ്റിയിലേക്ക് നെറ്റി മുട്ടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പോ അവിടെ നിന്ന്. വേണേ ഇവിടെ ഒരു ഉമ്മ തരാമെന്നും പറഞ്ഞു അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചു അവനിൽ നിന്നും അടർന്നു മാറാനൊരുങ്ങിയതും അവനവളെ പൊക്കിയെടുത്ത് തൻ്റെ തുടയിൽ ഇറുക്കി പിടിച്ചു. അവൻ്റെ പ്രവൃത്തിയിൽ അവളുടെ കണ്ണ് മിഴിഞ്ഞു വന്നു. വീഴാതിരിക്കാൻ അവൾ അവൻ്റെ തോളിൽ കൈയിട്ട് മുറുക്കി പിടിച്ചിട്ടുണ്ട്.
ഉമ്മതാ എന്ന പോലെ അവൻ ചുണ്ട് കുറിപ്പിച്ച് കാട്ടിക്കൊടുത്തതും അവൾ നാണത്തോടെ ഇല്ലെന്ന പോലെ തലയനക്കി. അന്നേരം അവളിട്ടിരിക്കുന്ന ചുരിദാറിന്റെ സിമ്പ് അവൻ വലിച്ചു താഴ്ത്തിയതും അവളുടെ കണ്ണുകൾ മേഞ്ഞു വന്നു. അവൻ തൻ്റെ പല്ലിനാൽ അവളുടെ ടോപ്പ് തോളിൽ നിന്നും ഇരു സൈഡിലേക്ക് താഴ്ത്തിയതും അവൾ അവനിൽ നിന്നുള്ള പിടി അയച്ചു തൻ്റെ ടോപ്പ് കൂട്ടിപ്പിടിച്ചു. ആ നിമിഷം നിന്നെ ഞാൻ താഴെയിടും എന്ന പോലെ അവൻ അവളെ തൻ്റെ തുടയിൽ ഇറുക്കിയത് ലൂസാക്കി പിടിച്ചു. താനിപ്പോൾ വീണു പോവോ എന്നുള്ള പേടിയിൽ അവൾ ടോപ്പിൽ നിന്നുള്ള പിടി വിട്ടു അവൻ്റെ തോളിൽ മുറുക്കി പിടിച്ചു. ആ നേരം നോക്കി അവൻ അവളുടെ ടോപ്പ് പതിയെ അരയോളം വലിച്ചു താഴ്ത്തി. മീശത്തുമ്പ് കടിച്ചു പിടിച്ച് വല്ലാത്ത ഭാവത്തിൽ തൻ്റെ മേനിയിലേക്ക് നോക്കുന്നവനെ കണ്ടതും അവളുടെ മുഖം നാണത്താൽ പൂത്തുലഞ്ഞു. അവൻ്റെ വിരൽ തൻ്റെ മേനിയിലേക്ക് അനുസരണയില്ലാതെ ഒഴുകി നടക്കുന്നുണ്ട്. അവൻ്റെ കൈവിരൽ അവളുടെ ഇന്നറിനുള്ളിലേക്ക് ഇഴഞ്ഞു നീങ്ങി അവളിലെ മഞ്ചാടി മണിയെ ചുഴറ്റിയതും ഒരേങ്ങലോട് അവൾ അവൻ്റെ ചുണ്ടുകൾ മുഴുവനായും കവർന്നെടുത്തിരുന്നു. അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയാലെ അവൻ അവളെ അതുപോലെ പൊക്കിയെടുത്തു ബീൻ ബാഗിനരികിലേക്ക് നടന്നു. അവളെ ബീൻ ബാഗിലിരുത്തി അവളുടെ മേലെ അമർന്നു. ഇത് അവളുടെ ഊഴമാണല്ലോ എന്ന് കരുതി അവൻ അവൾക്ക് മുന്നിൽ അതുപോലെ അങ്ങ് നിന്നു കൊടുത്തു. അവളുടെ ആവേശം ഇരട്ടിപ്പിക്കാനായി അവൻ അവളുടെ മൃദുലതയെ തഴുകിയും തലോടിയും ഞെരിച്ചുടച്ചും അവൾക്ക് സുഖമുള്ള നോവ് സമ്മാനിച്ചു. ഉള്ളിലെ സ്നേഹം മുഴുവൻ പകുത്തു നൽകും വിധം ഗാഢമായ ചുംബനം. ഇരുവരും ഒരുപോലെ ചുംബനം ആസ്വദിക്കുന്ന വേളയിൽ നിലാവിനങ്ങ് കുശുമ്പ് കുത്തി. ഇതൊന്നും കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് വയ്യേ. ഇനി പാമ്പലിനെ വായി നോക്കി നടന്ന് ഞാൻ സിഗ്മ മൂണായി അങ്ങ് പണ്ടാരടങ്ങും. ഷോ, എൻ്റെ ഒരു വിധിയേ. നിലാവിന് അങ്ങ് ചത്താ മതിയെന്നായി. എടോ സ്റ്റാറേ, എന്നാ നമുക്കൊരു ഫ്രഞ്ച് അങ്ങോട്ട് കാച്ചിയാലോ എന്നും പറഞ്ഞ് കൂട്ടത്തിലെ വലിയതോ നക്ഷത്രത്തിനെ നോക്കി കണ്ണിറക്കിയതും പാവം നക്ഷത്രം അങ്ങ് പകച്ചു പോയിരുന്നു. ഇതേസമയം ആഷയുടെ വീട്ടിൽ ആഷയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നേയില്ലായിരുന്നു. കണ്ണടച്ചാൽ കാണുന്നത് ഷൈമയുടെ മുഖം മാത്രമായിരുന്നു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ എന്തിനെന്നറിയാതെ അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അവൾ തൻ്റെ ആരുമല്ലെന്ന് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവളുടെ ഓർമ്മകളെ പാടെ ഒഴിവാക്കി വേറെ എന്തൊക്കെയോ ഓർക്കാൻ ശ്രമിച്ചു. പക്ഷെ മനസ്സ് വീണ്ടും അവളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് പോലെ. ആ വീട്ടിൽ അവൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ജീവിക്കുന്നതെന്ന് നേരത്തെ ആ സ്ത്രീയുടെ പെരുമാറ്റത്തിൽ നിന്നും അവന് മനസ്സിലായതാണ്. ഒടുവിൽ അവൻ തൻ്റെ ഫോൺ എടുത്ത് ഇൻസ്റ്റയിൽ അവളുടെ പ്രൊഫൈലിൽ കയറി അവളുടെ ഫോട്ടോസൊക്കെ നോക്കി നിർവൃതി അണഞ്ഞു. ശേഷം രണ്ടും കൽപ്പിച്ചു ഒരു ഹായ് ഇട്ടു. പക്ഷേ ഏറെ നേരമായിട്ടും അവളിൽ നിന്നും മറുപടിയൊന്നുമില്ലായിരുന്നു. ഇതേ സമയം ഷൈമയുടെ വീട്ടിൽ രോഗിയായ തൻ്റെ ഉപ്പയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുകയാണ് ഷൈമ. അതിനിടയിൽ അവളുടെ ഉപ്പയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. ഞാൻ എൻ്റെ മോക്ക് ഒരു ബുദ്ധിമുട്ടായി അല്ലേ? അത് പറയുമ്പോൾ അയാളുടെ സ്വരം ഇടറിയിരുന്നു. വാപ്പി എനിക്കൊരു ബുദ്ധിമുട്ടോ? എനിക്ക് വേണ്ടി എൻ്റെ വാപ്പി ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചില്ലേ? അതുപോലെ വാപ്പിക്ക് വേണ്ടി ബുദ്ധിമുട്ട് സഹിക്കാൻ എനിക്കിഷ്ടമാണ്. എനിക്ക് സ്വന്തമാണെന്ന് പറയാൻ എൻ്റെ വാപ്പയല്ലേ ഉള്ളൂ. ഇനി ഇങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് സങ്കടമാവും. അവൾ വാപ്പയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഇന്ന് പോയ കാര്യം എന്തായി മോളെ? വല്ലതും നടക്കുമോ? അയാൾ ആകാംക്ഷയോട് ചോദിച്ചു. നടക്കുമെന്നോ? നടന്നു കഴിഞ്ഞു. വാപ്പയുടെ ആഗ്രഹം പോലെ ഞാൻ ഉടനെ ഒരു സിനിമാ നടിയാവും. അർമാൻ സാറിൻ്റെ 2 നായികമാരിൽ ഒരാളാണ് ഞാൻ, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. മോളെ, അർമാൻ സാറെന്ന് പറയുമ്പോൾ അർമാൻ മാലിക്? അയാൾ വാക്കുകൾ മുഴുവനാക്കിയില്ല. അതേ വാപ്പി, അത് വേണോ മോളെ? അയാളെക്കുറിച്ച് എന്തൊക്കെയോ കഥകൾ കേട്ടിരുന്നു. എനിക്കെന്തോ പേടിയാവുന്നു. സൂക്ഷിക്കണം മോളെ. വാപ്പി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആദ്യം ഈ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ സാറിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും അയാളൊരു മാന്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുമല്ല, ഈ മൂവിയുടെ സ്റ്റോറി കേട്ടിട്ട് എനിക്ക് തോന്നിയത് ആ സാറിൻ്റെ ജീവിതവുമായി ഈ സ്റ്റോറി കണക്റ്റഡ് ആണെന്നാണ്. ഈ സിനിമ തന്നെ എല്ലാത്തിനുള്ള ഉത്തരമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സെറ്റിൽ ഞാൻ സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് വാപ്പി. ഇപ്പം എനിക്ക് സുരക്ഷിതത്വം ഇല്ലാത്തത് എവിടെയാ? അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ഭയത്താൽ ഡോറിനരികിലേക്ക് നീണ്ടു. മോളെ, അവനിപ്പോഴും ഇടറുന്ന ശബ്ദത്തോടെ അയാളത് ചോദിക്കുമ്പോൾ അയാളുടെ ഉള്ളം കുറ്റബോധം കൊണ്ട് നീറുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സമാധാനത്തോടെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല വാപ്പി. എന്തിന്? വാഷ്റൂമിൽ പോവാനോ ഡ്രസ്സ് മാറാനോ വരെ എനിക്ക് പേടിയാ. നിറയാൻ വെമ്പുന്ന വഴികളെ ശ്വാസിച്ചു നിർത്തി അവൾ പറഞ്ഞു. അവളത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. തെറ്റെൻ്റെതാ മോളെ. ഉമ്മയില്ലാത്ത നിന്നെ പൊന്നു പോലെ നോക്കിക്കോളാന്ന് പറഞ്ഞ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഷഫീഖിനെ
ഞാൻ എൻ്റെ സ്വന്തം മോനായിട്ട് തന്നെയാണ് കരുതി. എനിക്കൊരു ഇക്കാക്ക ആവുമല്ലോ എന്ന് കരുതി. ഓരോന്ന് പറഞ്ഞ് മയക്കി അവൾ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് വരെ സ്വന്തമാക്കി. എല്ലാത്തിനും പുറമെ ഉമ്മയും മോനും കൂടി എന്നെ ഈ അവസ്ഥയിലാക്കില്ലേ. ഈ കിടപ്പിൽ നിന്ന് ഒന്ന് എഴുന്നേക്കാൻ പറ്റിയിരുന്നേ. ഈ വാപ്പി എങ്ങനെയാലും. അത് പറയുമ്പോൾ അയാൾ കരഞ്ഞു പോയിരുന്നു. വാപ്പി സങ്കടപ്പെടേണ്ട, പടച്ചോൻ എന്തേലും വഴി കാണിക്കും. വാപ്പി അവിടെ തനിച്ചാക്കി പോകുന്നത് ഓർക്കുമ്പോൾ എനിക്ക് പേടി. അവരെന്തിനും മടിക്കില്ല. അവൾ വാപ്പയുടെ കണ്ണുനീര് ഒപ്പിക്കൊണ്ട് പറഞ്ഞു. ഓ, തുടങ്ങി വാപ്പയുടെയും മോളുടെയും കണ്ണീർ പരമ്പര. അയാളുടെ തൊള്ളക്കെ കുത്തിക്കയറ്റി കഴിഞ്ഞെങ്കിൽ വന്ന് പാത്രം കഴുകടി. ഒരു പണിയും ചെയ്യാതെ രാവിലെ കെട്ടിയൊരുങ്ങി പോയാൽ മതിയല്ലോ. പണി മൊത്തം ചെയ്തേ മനുഷ്യന്റെ നടു ഒടിഞ്ഞു. മുറിയുടെ വാതിക്ക നിന്നുകൊണ്ട് അവളുടെ ഇളയമ സെറീന പറഞ്ഞു. അവരുടെ ശബ്ദം കേട്ടതും ഷൈമ തിരിഞ്ഞു നോക്കി. അവിടെയുള്ള പാത്രം മുഴുവൻ കഴുകി വെച്ചിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നേ. അതുമല്ല, രാവിലത്തെ പണി മുഴുവൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയതും. അതും പറഞ്ഞ ഷൈമ അവരെ ഗൗനിക്കാതെ വാപ്പ കഴിച്ച പാത്രം എടുത്ത് അടുക്കളയിലോട്ട് നടന്നു. അന്നേരം കാണുന്നത് കഴുകി വെച്ച പാത്രം മുഴുവൻ സിങ്കിൽ നിരത്തിയിട്ടിരിക്കുന്നതാണ്. എന്നാൽ ഷൈമ ഇതൊന്നും കാര്യമാക്കാതെ വാപ്പ കഴിച്ച പാത്രം മാത്രം കഴുകി തിരിഞ്ഞു നടന്നു. ഡേ, അപ്പൊ പിന്നെ ഇതൊക്കെ ആര് കഴുകും? തന്നെത്താനങ്ങ് കഴുകിയാൽ മതി എന്നും പറഞ്ഞ് ഷൈമ ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെയും തുറന്നു നോക്കിയപ്പോൾ അത് കാലിയായിരുന്നു. ഇതിലുണ്ടായിരുന്ന ചോറും കറി എവിടെ? അവൾ അല്പം കടുപ്പിച്ച് ചോദിച്ചു. അത് ഞാനങ്ങ് ഫ്രിഡ്ജിൽ ഒഴിച്ചു വെച്ചു. അവർ താല്പര്യമില്ലാത്ത മട്ടി പറഞ്ഞു. ഞാൻ കഴിച്ചില്ലെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നല്ലോ എന്നും പറഞ്ഞ് അവരൊന്ന് കടുപ്പിച്ച് നോക്കി ഫ്രിഡ്ജ് തുറന്ന് ഭക്ഷണം പുറത്തെടുത്തു. എന്താ ഉമ്മി ഇവിടെ ഒരൊച്ച എന്നുള്ള ശബ്ദം കേട്ടതും ഷൈമയുടെ മുഖം ചുളുങ്ങി. അത് ഷഫീഖായിരുന്നു. ദാ കണ്ടോ മോനെ, ഈ പാത്രങ്ങളൊന്ന് കഴുകി വെക്കാൻ പറഞ്ഞപ്പോൾ തമ്പുരാട്ടിക്ക് പറ്റില്ലെന്ന്. രാവിലെ മുഴുവൻ ഞാൻ കഷ്ടപ്പെടുന്നതല്ലേ, എനിക്ക് തീരെ വയ്യടാ. സെറീന തൻ്റെ മകന് മുന്നിൽ അഭിനയിച്ചു. ഉമ്മി ചെല്ല്, ഇവളിത് കഴുകി വെച്ചിട്ടേ ഇവിടെ നനങ്ങുള്ളൂ. ഷഫീഖ് അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം സെറീന ഷൈമയെ പുച്ഛിച്ചു നോക്കി. ഉമ്മയുടെ പുന്നാര മോൻ, മോനുള്ള ബദാമിട്ട പാലുമ്മ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ എന്നും പറഞ്ഞ് അവർ അകത്തേക്ക് നടന്നു. ഷഫീഖിനെ ശ്രദ്ധിക്കാതെ ഷൈമ ഭക്ഷണം ചൂടാക്കാനായി ഗ്യാസിനരികിലേക്ക് നടന്നു. അന്നേരം തൊട്ടുരുമിക്കൊണ്ട് അവളുടെ പിന്നിൽ അവനും വന്നു നിന്നു. അവൻ്റെ പ്രവൃത്തി അവൾക്ക് അരോചകമായി തോന്നി. അവൾ അവനോട് മാറി നിൽക്കാൻ പറഞ്ഞു. ഞാനൊന്ന് തൊട്ടാ നിനക്ക് പൊള്ളുവല്ലടി. റീൽസ് എന്നും പറഞ്ഞ് കണ്ടവന്മാരുടെ കൂടെ കറങ്ങി നടക്കാൻ നിനക്കൊരു മടിയുമില്ല. അവർക്കൊക്കെ ഉമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. തനിക്കങ്ങനെയാണോ? ഡി, അവളുടെ മുടി പിടിമുറുക്കിക്കൊണ്ട് അവൻ വിളിച്ചു. അന്നേരം അവൾ അവനെ തള്ളി മാറ്റി ചൂടാക്കാനായി എടുത്ത ഭക്ഷണം തിരികെ ഫ്രിഡ്ജിൽ വെച്ച് തൻ്റെ മുറിയിലേക്ക് നടക്കാനൊരുങ്ങിയതും ഡോറിനരികിൽ കൈവച്ചു അവൻ അവൾക്ക് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. ഡി, ഈ പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി. സൗകര്യമില്ല. അത്ര ദണ്ണാണെങ്കിൽ താനങ്ങ് കഴുകു എന്നും പറഞ്ഞു അവൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവൾ തൻ്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ പകയെറിയുന്നുണ്ടായിരുന്നു. ഷൂട്ട് ഡേറ്റ് അടക്കം സിനിമയുടെ ഒരുക്കങ്ങളൊക്കെയും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ കാസ്റ്റിംഗ് ഡയറക്ടറുടെ കയ്യിൽ നിന്നും ആശിഷ് ഷൈമയുടെ നമ്പർ കളക്ട് ചെയ്തിരുന്നെങ്കിലും അവൾക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലേ എന്ന് കരുതി അവൻ വിളിച്ചില്ലായിരുന്നു. എന്നാലും അവളെ ഒന്ന് കാണാൻ വേണ്ടി, അവൾക്കൊരു കുഴപ്പമില്ലെന്ന് അറിയാൻ വേണ്ടി മനസ്സ് കൊതിക്കുന്നുണ്ട്. ഇനി എന്തായാലും ഷൂട്ട് തുടങ്ങാൻ 2 ദിവസമല്ലേ ഉള്ളൂ, അതുവരെ കാത്തിരിക്കാമെന്ന് കരുതി ഒരു രാജമല്ലി വിടരുന്ന പോലെ എന്ന സോങ്ങിൻ്റെ ബീജിയവും മനസ്സിലിട്ട് ബുള്ളറ്റിലിങ്ങനെ സ്റ്റൈല് വരികയായിരുന്നു ആഷി. അന്നേരമാണ് ഒരു പട്ടി വണ്ടിക്ക് കുറുകെ ചാടുന്നത്. ബ്രേക്ക് പിടിച്ചിട്ടാണെങ്കിൽ കിട്ടിയതുമില്ല. അവൻ മൂക്കും കുത്തി വീണതും അവിടെയുള്ളവരൊക്കെ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു. പിന്നീട് ഷെറിൻ്റെ കോൾ വന്നിട്ടാണ് അർമാൻ സിറ്റി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. ഇപ്പോൾ ആൾക്കാരുടെ മുന്നിൽ ഇറങ്ങിച്ചെല്ലാൻ അവനൊരു മടിയോ പേടിയോ ഒന്നുമില്ല. ഹോസ്പിറ്റലിലെത്തിയ അർമാൻ കാണുന്നത് ഒടിഞ്ഞ കൈയുമായി കിടക്കുന്ന ആഷിയാണ്. അർമാൻ കാര്യം തിരക്കി. സ്വപ്നം കണ്ട് വണ്ടിയോടിച്ചത് മറച്ചു വെച്ച് കുറ്റം മുഴുവൻ പട്ടിയുടെ തലയിൽ കെട്ടിവെച്ച് ആഷി ഒരുവിധം രക്ഷപ്പെട്ടു. അതിനിടയിൽ അല്ലുവിൻ്റെ കോൾ വന്നതും അർമാൻ ഫോണുമായി പുറത്തേക്ക് നടന്നു. ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ വരാന്തയിലൂടെ അർമാൻ മുന്നോട്ട് നടന്നു. അതിനിടയിലാണ് വയസ്സായ ഒരു സ്ത്രീയുമായി ഡോക്ടറുടെ മുറിയിലേക്ക് കയറി പോകുന്ന റാഷിയെയും ECG റൂമിൽ നിന്നും തിരികെ മടങ്ങുന്ന ഷൈമയെയും കാണുന്നത്. ഷൈമയുടെ കൂടെ അവളുടെ വാപ്പയുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ അറ്റൻഡർമാർ വാപ്പയെ വീൽചെയറിൽ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയതും ഷൈമ അർമാൻ്റെ അരികിലേക്ക് നടന്നു. ഷൈമയെ ഒറ്റ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂവെങ്കിലും അവളെ അവന് നല്ല പരിചയമുണ്ടായിരുന്നു. അല്ലുവിനോട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് അർമാൻ ഷൈമയോട് കാര്യം തിരക്കി. വാപ്പയെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാ. അല്ല, സാറെന്താ ഇവിടെ?
വേണ്ടപ്പെട്ട ആരെങ്കിലും അഡ്മിറ്റഡ് ആണെന്നോ? ഷൈമ തിരക്കി. ആ, എൻ്റെ കൂട്ടുകാരൻ ഇവിടെ അഡ്മിറ്റഡ് ആണ്. താൻ കഴിഞ്ഞ ദിവസം സെറ്റ് വന്നപ്പോൾ കണ്ടു കാണും ആഷിർ. ചെറിയൊരു ആക്സിഡൻറ്റ്, അത്രേ ഉള്ളൂ. അർമാൻ അത് പറഞ്ഞു തീരും മുൻപ് അല്ലുവിൻ്റെ കോൾ പിന്നെയും അവനെ തേടിയെത്തി. ശരി, എന്നാൽ താൻ ചെല്ലി, എനിക്കൊരു കോൾ വരുന്നുണ്ട് എന്നും പറഞ്ഞ് അർമാൻ ഫോണുമായി മുന്നോട്ട് നടന്നു. അന്നേരം ഷൈമ അർമാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ആഷി കിടക്കുന്ന മുറി ലക്ഷ്യം വെച്ച് നീങ്ങി. ഫോൺ കട്ട് ചെയ്തതിന് അല്ലു അവനോട് പരിഭവിക്കുന്നുണ്ട്. ഓരോന്നും പറഞ്ഞും പരിസരം മറന്ന് ഉമ്മിച്ചും അവളെ ശരിയാക്കിയെടുത്തതും ഡോക്ടറുടെ മുറിയിൽ നിന്നും റാഷിയും ഉമ്മയും ഇറങ്ങി വരുന്ന കാഴ്ചയാണ് അവൻ കാണുന്നത്. താൻ തിരിച്ചു വിളിക്കാമെന്നും പറഞ്ഞ് അർമാൻ റാഷിയുടെ അരികിലേക്ക് നടന്നു. തൻ്റെ അരികിലേക്ക് വരുന്ന അർമാനെ കണ്ടതും റാഷി കാണാത്ത മട്ടിൽ നടന്നു. ഹേയ് റാഷിദ്, ഒന്ന് നിന്നേ എന്നുള്ള അർമാന്റെ വിളി കേട്ട് റാഷി നടത്തം നിർത്തി എന്താ എന്ന പോലെ തിരിഞ്ഞു നോക്കി. എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം. ഇപ്പോൾ പറ്റെങ്കിൽ ഇപ്പോൾ, അല്ലെങ്കിൽ താൻ എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പോഴാവാം. അർമാൻ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞതും റാഷി തൻ്റെ ഉമ്മയോട് തങ്ങളുടെ ഓട്ടോയിൽ കയറിയിരിക്കാൻ പറഞ്ഞു. അർമാനോട് കാര്യം തിരക്കി. അന്നേരം നമുക്ക് അല്പം മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ അർമാൻ റാഷിയുമായി പുറത്തേക്ക് നടന്നു. ഇതേ സമയം ഒടിഞ്ഞ കൈയുമായി നിൽക്കുന്ന ആഷി അപ്പോഴും സ്വപ്ന ലോകത്ത് തന്നെയായിരുന്നു. ഡോർ തുറയുന്ന ശബ്ദം കേട്ടതും ആഷി തിരിഞ്ഞു നോക്കി. താൻ ആരെയാണോ സ്വപ്നം കണ്ടിരുന്നത് ആ ആള് മുന്നിൽ വന്ന് നിന്നപ്പോൾ ഒരു നിമിഷം അവൻ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല.